നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന പുസ്തകം പൊതിച്ചോറ് എന്ന പുസ്തകമാണ്. കാരൂർ നീലകണ്ഠപിള്ള എന്ന സാഹിത്യകാരനാണ് എഴുതിയത്. കാരൂർ നീലകണ്ഠപിള്ള അദ്ദേഹം കേരളത്തിൽ സാഹിത്യ ലോകത്ത് അറിയപ്പെടുന്ന പ്രഗത്ഭനായ ഒരു സാഹിത്യകാരനാണ്. ബഷീർ, കാരൂർ, ഉറൂബ് തുടങ്ങിയവരുടെ കൃതികളുടെ പ്രത്യേകത അത് മനുഷ്യൻ്റെ പച്ചയായ ജീവിതത്തെ തുറന്നു കാണിക്കും എന്നുള്ള ഒരു പ്രത്യേകത, ഒരു കമൻറ്റ് ഒരു സാഹിത്യകാരൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത് തന്നെ ഞാനിവിടെ അനുസ്മരിച്ചു എന്ന് മാത്രം. കാരൂർ ജീവിച്ച പീരീഡ് എന്ന് പറയുന്നത് 1890 മുതൽ 1970 വരെയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ചിത്രം നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കഥകളിൽ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് അധസ്ഥിത ഒരു പിന്നോക്കാവസ്ഥയിൽ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞു പോകുന്ന മനുഷ്യന്മാരുടെ ജീവിതത്തെ തുറന്ന് ആവിഷ്കരിക്കുന്ന ഒരു പ്രകൃതമാണ് കാരൂറിൻ്റെ കൃതികൾക്കുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഒരിടത്തും പ്രണയം എന്ന വിഷയം വരുന്നില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അതായത് നമുക്കറിയാം, സാഹിത്യകാരന്മാർ പൊതുവെ പ്രണയം സ്പർശിക്കാത്ത ഒരു കഥകളും ഉണ്ടാവില്ല, ഒരു നോവലും ഉണ്ടാവില്ല, ഒരു കൃതികളും ഉണ്ടാവില്ല. പക്ഷേ കാരൂറിൻ്റെ ഒരു കൃതി പോലും പ്രണയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രണയം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടില്ല എന്നുള്ളൊരു സവിശേഷത ഒരു സാഹിത്യകാരൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കാരൂറിൻ്റെ കൃതികൾക്കുണ്ട്. ഇവിടെ കാരൂറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതി പൊതിച്ചോറ് എന്ന പുസ്തകത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. പൊതിച്ചോറ് എന്ന കൃതി ഇന്നും വളരെ കാലിക പ്രസക്തമായ ഇതിവൃത്തമാണ് അതിനകത്തുള്ളത്. നമുക്കറിയാം, സ്കൂളുകൾ, കോളേജുകൾ പ്രൈവറ്റ് തലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ സ്കൂളുകൾ, കോളേജുകളിലുള്ള അധ്യാപകരുടെ ശമ്പളം വളരെ പരിമിതമാണ്, ഇല്ലേ? ഇന്നും ആ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർക്ക് പറയാനുള്ള പരാതി എന്താണ്? അവർക്ക് ശമ്പളം ഒന്നിനും തികയുന്നില്ല, ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. ഈ അവസ്ഥ പണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ആ കാലഘട്ടത്തിലെ ഒരു സ്കൂൾ അധ്യാപകൻ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു പിന്നോക്കം, ദാരിദ്ര്യത്തിൻ്റെ ഒരു സ്ഥിതിവിശേഷം, ആ ദാരിദ്ര്യം ആ അധ്യാപകനെ നയിക്കുന്നത് ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ്. എന്ന് വെച്ചാൽ ഒരു മോഷണത്തിലേക്ക് ആ സ്കൂൾ അധ്യാപകനെ, അതും പ്രധാന അധ്യാപകൻ നയിക്കുന്ന ഒരു ചിത്രീകരണമാണ് ആ കഥയിൽ പറയുന്നത്. ആ അധ്യാപകൻ തൻ്റെ സ്കൂൾ സ്റ്റുഡൻറ്റ് ഒരാളുടെ ഭക്ഷണം മോഷ്ടിക്കുന്നൊരു ചിത്രമാണ് അതിനകത്തുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു കഥയാണിത്. പൊതിച്ചോറ് എന്ന പുസ്തകത്തിൽ ഒരു കഥയല്ല, മോതിരം എന്ന ഒരു കഥയുണ്ട്, മരപ്പാവ, പൂവമ്പഴം, പോത്തമ്പണിക്കർ. അപ്പോൾ ഇങ്ങനെ 4 കൃതികളാണ് ഈ പുസ്തകത്തിനകത്തുള്ളത്. ഓരോ കഥകൾക്കും നല്ല നല്ല കഥാവിഷയങ്ങളാണ് അതിനകത്ത് സ്പർശിക്കുന്നത്. അപ്പോൾ തീർച്ചയായും വായനക്കാരന് വളരെയധികം ഇഷ്ടപ്പെടുന്ന കൃതിയാണ് പൊതിച്ചോറ് എന്ന് പറയാൻ സാധിക്കും.